ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ഏകദിന പരമ്പര രണ്ടാം ഏകദിനം നാളെ നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരം വളരെ അപ്രതീക്ഷിതമായ സമനില ആയതിനാൽ തന്നെ രണ്ട് ടീമുകളെ സംബന്ധിച്ചും വിജയം അനിവാര്യമായ പോരാട്ടമാണ്. T20 പരമ്പര 3-0 ജയിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഒന്നാം ഏകദിനത്തിലെ വളരെയധികം അപ്രതീക്ഷിതമായ ഒരു സമനില. ഏതാണ്ട് 14 പന്തിൽ 1 റൺസ് മാത്രം വേണ്ടി നിൽക്കുകയായിരുന്നു വളരെ ഞെട്ടലുളവാക്കിയ രീതിയിൽ ഇന്ത്യ തകർന്നടിയതും സമനില വഴങ്ങിയതും. അപ്പോൾ രണ്ടാം ഏകദിനത്തിൽ രണ്ട് ടീമുകളെ സംബന്ധിച്ചും ജയം അനിവാര്യമാണ്. കാരണം പരമ്പരയിൽ ലീഡ് എടുക്കുക എന്ന വളരെ ശ്രമകരമായ ദൗത്യം അവർക്ക് പൂർത്തീകരിക്കണമെങ്കിൽ രണ്ടാം ഏകദിനത്തിൽ വിജയം അനിവാര്യമാണ് രണ്ട് ടീമുകളെ സംബന്ധിച്ചും. സോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക സെക്കൻഡ് ODI മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യ ഏകദിനത്തിൽ വളരെ അപ്രതീക്ഷിതമായ സമനില വഴങ്ങിയ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ രണ്ടാം ഏകദിനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. അതേസമയം ലങ്കൻ ടീമിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യത വളരെയധികം കുറവാണ്. സോ ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 2:30 പല്ലക്കിലാണ് പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് രണ്ടാം ഏകദിനം നടക്കാൻ പോകുന്നത്. സോ ഇന്ത്യയുടെ സ്കോഡിലേക്ക് വരുവാണെങ്കിൽ ആദ്യ മത്സരത്തിൽ നിന്നും ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ ഉണ്ടാവും. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഒപ്പം ശിവം ഡ്യൂബയ്ക്ക് പകരം ഋഷഭ് പന്ത് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആദ്യ മത്സരത്തിൽ ശിവം ഡ്യൂബെ അത്ര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡ്യൂബയ്ക്ക് പകരം ഒരു അഡീഷണൽ ബാറ്റർ എന്ന നിലയിൽ പന്തിനെ കൂടി നാളത്തെ 11-ൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും. വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയായിരിക്കും ഇന്ത്യയുടെ 11. ലങ്കയുടെ നിരയിലേക്ക് വരുവാണെങ്കിൽ പത്തും നിസംഗ, അവിഷ്ക ഫെർണാണ്ടോ ഓപ്പണിംഗ് സഖ്യം. കുശാൽ മെൻഡിസ്, സദീര സമരവിക്രമ, ശരത് അസലങ്ക, ജനിത് ലയാനഗെ, ദുനിത് വെല്ലലഗെ, വനുദു ഹസരംഗ, അഖില ധനഞ്ജയ, മുഹമ്മദ് ഷിറാസ്, അസിത ഫെർണാണ്ടോ. ഇതായിരിക്കും ശ്രീലങ്കയുടെ സാധ്യത 11. സോ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക സെക്കൻഡ് ODI ഇതായിരിക്കും രണ്ട് ടീമുകളുടെയും ഒരു മോസ്റ്റ് പ്രോബബിൾ ലൈനപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.